സിപിഎം തിരഞ്ഞെടുപ്പ് പരാജയം സമ്മതിച്ചെന്നും കോലീബി സഖ്യമെന്ന കോടിയേരിയുടെ ആരോപണം അത് ശരിവെക്കുന്നതാണെന്നും എഐസിസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി ആരോപിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ 100 നുണ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കില്ല. UDFനെ സഹായിക്കാൻ BJP ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തുന്നെന്ന ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാന മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലാണ്. സിപിഎമ്മിന് ചെയ്യുന്ന ഓരോ വോട്ടും പരോക്ഷമായി പ്രയോജനം ചെയ്യുന്നത് BJPക്കാണെന്നും ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് റെക്കോർഡ് വിജയം നേടുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സിപിഎമ്മിന്റെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രചരണം അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കോടിയേരി അടക്കമുള്ള നേതാക്കളുടെ ശ്രമം. ആദ്യ UPA സർക്കാരിനെ മറിച്ചിടാൻ BJPക്കൊപ്പം വോട്ട് ചെയ്തവരാണ് കോടിയേരിയും പാർട്ടിയും. എന്നിട്ട് കോൺഗ്രസ് BJPയുമായി രഹസ്യബന്ധം നടത്തുന്നെന്ന് അവർ ആക്ഷേപിക്കുന്നു. വടകരയിൽ മുരളീധരൻ സ്ഥാനാർത്ഥിയായതോടെ എന്തു ചെയ്യുമെന്നറിയാനാകാത്ത അവസ്ഥയിലാണ് ഇടതുപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക വായ്പകൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തിയത് മന്ത്രിസഭ അംഗീകരിച്ചിട്ടും ഉത്തരവിറക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി. ആചാരങ്ങളുടെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കും. എന്നാൽ മതേതരത്വം വിട്ടൊരു കളിക്ക് കോൺഗ്രസ് ഇല്ല. ലീഗ് SDPI ചർച്ച നടന്നെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. SDPIയെ ആശ്രയിക്കേണ്ട ഗതികേട് ലീഗിനില്ല. കോൺഗ്രസ് വിട്ടവർ തെറ്റുതിരുത്തി തിരിച്ചുവരും. BJPക്കെതിരെ എല്ലാ മതേതര പാർട്ടികളുമായും കോൺഗ്രസ് സഹകരിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ആകെ അങ്കലാപ്പിലാണ്. അതിൽ നിന്ന് ഉടലെടുത്തതാണ് കോലീബി സഖ്യമെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ടു പോയ LDF വലിയ ആത്മവിശ്വാസത്തിൽ മുന്നേറുമ്പോഴാണ് K മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായത്. അതോടെ എല്ലാ കണ്ണുകളും വടകരയിലേക്ക് തിരിഞ്ഞു. P ജയരാജൻ പോലും ആശങ്കയിലായി. കാരണം മുരളീധരനെതിരെ യാതൊരു ആരോപണവും CPMന് ഉയർത്താനാകില്ല. അതോടെയാണ് അവർ കോലീബി സഖ്യം പുറത്തെടുത്തത്. എന്നാൽ അത് ഏശാൻ സാധ്യതയില്ലെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. വടകരയിൽ മുരളീധരനെ ജയിപ്പിച്ച് വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ BJP ശ്രമിക്കുന്നെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.